Hi students, once again welcome to EduSpring classes. Today we discuss expenditure stock items. The items like stationery, sports materials like balls, bats, etc. are called expenditure stock items. അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ സ്റ്റേഷനറി അതുപോലെ സ്പോർട്സ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ബോൾസ് ബാറ്റ്സ് തുടങ്ങിയ ഐറ്റംസിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസ് എന്ന് വിളിക്കുന്നത്. ഈ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസിനെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റിലും അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസിന്റെ എക്സാമ്പിൾ ആണെങ്കിൽ സ്റ്റേഷനറി. ഒരു സ്റ്റേഷനറിയുടെ ടോട്ടൽ വാല്യൂവിൽ നിന്ന് അൺയൂസ്ഡ് അല്ലെങ്കിൽ എന്താണ് കൺസ്യൂം ചെയ്യാത്ത പാർട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നത്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ എന്താണ് അതായത് എങ്ങനെയാണിത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിലേക്ക് അസറ്റ് സൈഡിലേക്ക് എങ്ങനെയാണ് അത് എടുക്കുന്നത് എന്ന് നമുക്കിവിടെ പരിശോധിക്കാം. അതായത് ഫസ്റ്റ് എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഇതിനോട് കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറിയോട് കൂടെ എന്ത് ചെയ്യണം, ഈ വർഷത്തെ പർച്ചേസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇപ്പൊ ആഡ് പർച്ചേസ് ഡ്യൂറിംഗ് ദ ഇയർ, ആഡ് പർച്ചേസ് ഡ്യൂറിംഗ് ദ ഇയർ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടെ ഈ വർഷത്തെ പർച്ചേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു എമൗണ്ട് ലഭിക്കുന്നതാണ്. ഇതാണ് ടോട്ടൽ വാല്യൂ ഓഫ് സ്റ്റേഷനറി അല്ലെങ്കിൽ ടോട്ടൽ വാല്യൂ ഓഫ് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസ്. ഇതിൽ നിന്നും ഈ വർഷം അൺയൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ്, അൺയൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോഴും ഉപയോഗിക്കാതെ കിടക്കുന്ന, അത് കൺസ്യൂം ചെയ്യാത്ത ഐറ്റംസ്, അതിനെന്താണ് നമ്മൾ എന്താണ് വിളിക്കുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി. ഇപ്പൊ ലെസ് closing stock of stationery, closing stock of stationery, closing stock of stationery. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, അതായത് ബ്രാക്കറ്റിൽ ഇടാൻ കാരണം എന്താണ്, ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ്, അതുകൊണ്ട് ബ്രാക്കറ്റിൽ ഇട്ടത്. എന്ത് ചെയ്യാം, ഈ ഒരു എമൗണ്ടിൽ നിന്നും ഈ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു എമൗണ്ട് ലഭിക്കും. ഈ ഒരു എമൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ഏതാണ്, നമുക്ക് ഇവിടെ ലഭിക്കുന്ന ആൻസർ ആണ്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുന്നു. ഈ ഒരു കാൽക്കുലേഷന്റെ എന്താണ് ടോട്ടൽ എമൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് പർച്ചേസ് ഡ്യൂറിംഗ് ദി ഇയർ. ചില സമയത്ത് എന്താണ് ഈ പർച്ചേസ് എന്താണ് നമുക്ക് നൽകാൻ സാധ്യതയില്ല. അങ്ങനെ പർച്ചേസ് എമൗണ്ട് നൽകാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തെ പർച്ചേസ് എന്ത് ചെയ്യണം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം പരിശോധിക്കാം. അതിലൂടെ എന്താണ് ഇത് വ്യക്തമായിട്ട് പഠിക്കാവുന്നതാണ്. From the following particulars, calculate the amount to be debited to income and expenditure account for the year ending 31st December 2013 in respect of stationery items consumed. അപ്പോൾ സ്റ്റേഷനറി ഐറ്റംസ് കൺസ്യൂം ചെയ്തതുമായി റിലേറ്റഡ് ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ട സ്റ്റേഷനറി ഐറ്റംസിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ 1st January 2013.
ജനുവരി 1, 2013 സ്റ്റേഷനറിയാണ് 700 രൂപ. ഇത് എന്താണ്? ഓപ്പണിംഗ് സ്റ്റേഷനറിയാണ്, ഓപ്പണിംഗ് സ്റ്റോക്കാണ്. എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് 2013, 2013 സ്റ്റേഷനറി വാങ്ങാൻ വേണ്ടിയിട്ട് ആകെ സ്പെൻഡ് ചെയ്തത് 1450 രൂപയാണ്. ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഓൺ 1 January 2013. ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റേഷനറിയാണ്. അതായത് ഇത് ആദ്യത്തെ ഫസ്റ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. 1 January 2013 ജനുവരി ആകുമ്പോൾ അത് ഫസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റേഷനറി ആണ്, 250 രൂപ. ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഓൺ 31 December 2013, 2013 ഡിസംബർ 31, ഇതിൽ നിന്നാണ് ലാസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ ലാസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് 175 രൂപ. അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ 1 January 2013, ഇത് ഫസ്റ്റിലെ ആദ്യത്തെ അഡ്വാൻസ് ആണ്. അഡ്വാൻസ് പെയ്ഡ് ടു സ്റ്റേഷനറി എമൗണ്ട് എത്രയാണ്? 170 രൂപ. അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ 31 December 2013, ഇത് ലാസ്റ്റിലെ ആ ഒരു വർഷം ലാസ്റ്റ് അഡ്വാൻസ് ആണ്, 75 രൂപ. ഇനി സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ 31 December 2013, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക്, ഡിസംബറിലെ സ്റ്റോക്ക് ആകുമ്പോൾ എന്നാണ് ഇത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഇതാണ് ബാലൻസ് ഷീറ്റിലേക്ക് വരേണ്ട എമൗണ്ട്, 125 രൂപ. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു പ്രോബ്ലം എന്താണ് ഇവിടെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ആണ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുള്ള ഫോർമാറ്റ് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആൻഡ് പർച്ചേസസ് ഡ്യൂറിങ് ദ ഇയർ. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് നൽകിയിട്ടില്ല? പർച്ചേസസ് ഡ്യൂറിങ് ദ ഇയർ നൽകിയിട്ടില്ല. അപ്പം ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഈ വർഷത്തെ പർച്ചേസ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ആദ്യം എന്ത് ചെയ്യാം? നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് ഡ്യൂറിങ് ദ ഇയർ 2013, ഇപ്പോൾ 2013 അപ്പോൾ 2013 ടോട്ടൽ പർച്ചേസ് എന്ത് ചെയ്യണം? നമുക്ക് ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന്റെ ഫോർമാറ്റ് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. പർച്ചേസസ് ഡ്യൂറിങ് ദ ഇയർ, അതായത് ഇവിടെ നിന്നാണ് ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ക്രെഡിറ്റേഴ്സിന് ഈ വർഷം എത്ര കൊടുത്തു, അവരുടെ ഔട്ട്സ്റ്റാൻഡിങ് എന്താണ്, അവർക്ക് നൽകിയിട്ടുള്ള അഡ്വാൻസ് എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യന് നൽകിയിരിക്കുന്നത്. അത് വെച്ച് കൊണ്ടിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് ഡ്യൂറിങ് ദി ഇയർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യമായിട്ട് എന്താണ്? എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി, എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി, എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി. അപ്പോൾ എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് 2013, 2013 ആകെ എന്താണ് എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി എത്രയാണ്? ടോട്ടൽ എമൗണ്ട് എന്നുള്ളത് 1450 ആണ് ഈ വർഷം ടോട്ടലി സ്റ്റേഷനറിക്ക് വേണ്ടി പെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ആൻഡ് ഇതിനോട് കൂടെ ലാസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങും ഫസ്റ്റ് അഡ്വാൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യേണ്ടതാണ്. അതായത് ഈ വർഷം അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങും അതുപോലെ എന്താണ് ആദ്യത്തെ അഡ്വാൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ അഡ്വാൻസ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്യേണ്ടത് എന്താണ്? ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഏതാണ്? ആദ്യത്തെ അഡ്വാൻസും അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിങ്. ഇപ്പോൾ ലാസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഫസ്റ്റ് അഡ്വാൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കുക. അവിടെ നിന്നാണ് ഏതാണ് ആദ്യത്തെ അഡ്വാൻസ്? അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ 31 January 2013, 2013 ജനുവരി 1 അഡ്വാൻസ് ആണ് ആദ്യത്തെ അഡ്വാൻസ്. അതാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് അല്ലേ, അതായത് അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി, അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി, അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി 1/1/2013.
ഈ ഡേറ്റ് നോക്കിയിട്ടാണ് ഇത് ആദ്യത്തെ അഡ്വാൻസ് ആണോ അവസാനത്തെ അഡ്വാൻസ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇവിടെ നിന്നാണ് 1/1/2013. ഇത് എന്താണ്? ആദ്യത്തെ അഡ്വാൻസ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. എമൗണ്ട് എത്രയാണ്? ആദ്യത്തെ അഡ്വാൻസ് എമൗണ്ട് 170 രൂപ, 170 ആണ്. ഇനി ഇതോട് കൂടെ എന്ത് ചെയ്യണം? ബി, ഇതിനോട് കൂടെ ലാസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്, അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഓൺ 31st December 2013, 2013 ഡിസംബറിലെ, അതാണ് അവസാനം. അതെന്ത് ചെയ്യണം? ആ അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേഷനറി അതായത് ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ക്ലിയർ ആയല്ലോ? ഒന്നാണ് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി. ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഡേറ്റ് 31/12/2013. 31/12/2013 ആണ് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി. എമൗണ്ട് 175. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ രണ്ട് എമൗണ്ട് കൂട്ടാം. ഈ രണ്ട് എമൗണ്ട് എന്താണ്? ആഡ് ചെയ്യാം. അതായത് 5, 4, 3. പേയ്മെന്റ് എത്രയാണ്? 345 ആണ് അതിന്റെ ആൻസർ. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം എന്താണ്? ഈ രണ്ട് എമൗണ്ടുകൾ തമ്മിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1795 എന്നെന്താണ്? നമുക്ക് ആൻസർ ലഭിക്കുന്നതാണ്. ഇത്രയാണ് നമ്മൾ എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറിയുടെ കൂടെ ആദ്യത്തെ അഡ്വാൻസും അതുപോലെ എന്താണ് ലാസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്തു. അപ്പോൾ എമൗണ്ട് 1795 എന്ന് ആൻസർ ലഭിച്ചു. ഇതിനോട് കൂടെ എന്ത് ലെസ് ചെയ്യണം. ലെസ് ഏതൊക്കെയാണ് ലെസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലാസ്റ്റ് അഡ്വാൻസ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്, അതായത് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഡേറ്റ് 1/1/2013. ഇപ്പോൾ 1/1/2013 ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി എമൗണ്ട് എത്രയാണ്? 250 ആണ്. 250, 250. ഇനി അതുപോലെ തന്നെ എന്താണ്? ലാസ്റ്റ് അഡ്വാൻസ് അതായത് അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി. അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി 31/12/2013. 31/12/2013, അതായത് 31st December 2013 അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ലാസ്റ്റ് അഡ്വാൻസ് എമൗണ്ട് എത്രയാണ്? എമൗണ്ട് വരുന്നത് 75 ആണ്. 75 ഇതാണ് ആൻസർ വരുന്നത്. 5, അതുപോലെ എന്താണ് 2, 3. 325 ആണ് ആൻസർ വരുന്നത്. 325 എന്ത് ചെയ്യാം? ഈ ഒരു എമൗണ്ട് എന്താണ്? ലെസ് ചെയ്യാം. അപ്പോൾ 1795 നിന്നും 325 എന്നാണ് ലെസ് ചെയ്യാം. അങ്ങനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1470 എന്നതാണ് നമുക്ക് ആൻസർ ലഭിക്കും. ഈ ആൻസർ ആണ് പർച്ചേസസ് ഡ്യൂറിംഗ് ദ ഇയർ. 2013. ഇപ്പോൾ 2013 ആകെ പർച്ചേസ് നടത്തിയത് എത്രയാണ്? 1470 രൂപയാണ്. ഇപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു? ഈ വർഷം പർച്ചേസസ് ഡ്യൂറിംഗ് ദ ഇയർ 2013 1470 എന്ന് ലഭിച്ചു. വേറെ ആയാലോ? അതായത്
1470. ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 1470. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേഷൻ ഓഫ് സ്റ്റേഷനറി എന്ത് ചെയ്യാം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ആണ് കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന്റെ ഫോർമാറ്റ് എന്നാണ്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, അതായത് 1/1/2013. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എമൗണ്ട് എത്രയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 700 ആണ്. 700. അതിനോട് കൂടെ എന്ത് ചെയ്യണം, ഈ വർഷത്തെ പർച്ചേസ് ആഡ് ചെയ്യണം. ആഡ് പർച്ചേസസ് ഡ്യൂറിംഗ് ദ ഇയർ, പർച്ചേസസ് ഡ്യൂറിംഗ് ദ ഇയർ, പർച്ചേസസ് ഡ്യൂറിംഗ് ദ ഇയർ 2013. ഇവിടെ നേരത്തെ എമൗണ്ട് കണ്ടു 1470. എന്ത് ചെയ്യാം, ഇത് രണ്ടും എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2170 എന്ന് ലഭിക്കും. 2170. അതിൽ നിന്നാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യാം. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എമൗണ്ട് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് 125 ആണ്. അതായത് ലെസ് ചെയ്യാം. അപ്പോൾ 2170 നിന്നും 125 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 2045 എന്ന ആൻസർ ലഭിക്കും. 2045 ഇതാണ് എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്റ്റേഷനറി ഐറ്റംസ് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? 2045 രൂപയാണ്. ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ടത്. ഇനി ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ട ഐറ്റം ഏതാണ്? ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിലേക്കും എടുക്കുന്നു, അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഈ ഒരു എമൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഈ കാൽക്കുലേഷൻ. സ്റ്റുഡൻസ്, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന പ്രതീക്ഷയോട് കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ്.